നമുക്കിന്ന് ഒരു ദഹി ടോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ. ദഹി എന്ന് പറഞ്ഞാൽ തൈരും ബ്രെഡ്, സ്ലൈസ് ചെയ്ത ബ്രെഡും കൂടി മാരിനേറ്റ് ചെയ്തതൊന്ന് നെയ്യൊക്കെ ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ അടിപൊളി സ്നാക്കും കൂടിയാണ്. 4 മണിക്ക് പിള്ളേര് വരുമ്പോ ഒന്ന് കൊടുക്കാനും ഇതും അടിപൊളിയാണ്. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് 5 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി 5 പീസ് ബ്രെഡ്. അതിന് വേണ്ടിയിട്ട് തൈര് 1 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്തത്, നമ്മുടെ ചിക്കിയുടെ ഫ്ലവർ 2 ടേബിൾ സ്പൂൺ, ഇച്ചിരി വെള്ളവും, പിന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, മസ്റ്റർഡ് സീഡ് 1/2 ടീസ്പൂൺ, ഇച്ചിരി കറിവേപ്പില, അതും ഇട്ടൊന്നങ്ങോട്ട് മൂപ്പിക്കുക. അതിൻ്റെ പകുതി ആ മിക്സിയിലേക്ക് ചേർക്കുക, പകുതി അവിടെ വയ്ക്കുക. കുരുമുളക് 1/4 ടീസ്പൂൺ, അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം അവിടെ വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു സ്കില്ലറ്റ് ചൂടാക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഇടാം, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ആ മിക്സിലേക്ക് മുക്കുക. നമ്മുടെ തൈരിൻ്റെ മിക്സിലേക്ക് 2 സൈഡും നന്നായിട്ട് മുക്കി ഇനി അത് നമുക്ക് ആ പാനിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം കളറായി കഴിയുമ്പോൾ മറിച്ചിടാം. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നല്ല ടോസ്റ്റായി വരുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സബോള സ്ലൈസ് ചെയ്ത് ഇടാം. നമ്മൾ പകുതി മാറ്റി വെച്ച ആ ടെമ്പറിങ്ങും അതിൻ്റെ മുകളിലേക്ക് ഇടാം. നല്ല സോഫ്റ്റായിട്ടുള്ള ദഹി ടോസ്റ്റ് റെഡി. അപ്പൊ നമ്മളുണ്ടാക്കിയ ദഹി ടോസ്റ്റ് റെഡിയാണ് കേട്ടോ. ഭയങ്കര ഈസിയിൽ ഉണ്ടാക്കാനായിട്ട് വെറും 5 മിനിറ്റ് തന്നെ വേണ്ട. ഇത് എല്ലാം കൂടി ഒന്ന് വിക്കപ്പ് ചെയ്ത് സാധനം റെഡി ആക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിള്ളേര് വരുമ്പോ 4 മണിക്ക് അങ്ങനെ കൊടുക്കാം. അവര് ആസ്വദിച്ചോട് തിന്നോളൂ. അപ്പൊ മറക്കല്ലേ, എന്തോന്ന് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാനായിട്ട്. ഓക്കെ.